സൈബർ ഗുണ്ടകൾ മറ്റൊരു ജീവനും കൂടി എടുത്തു. മനുഷ്യത്വം വെടിഞ്ഞ ചിലർ അതിക്രൂരമായി മൊബൈൽ ഫോണും സാമൂഹ്യ മാധ്യമങ്ങളും ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളുടെ മുന്നിൽ അന്തിച്ചു നിൽക്കുകയാണിപ്പോൾ നാം. ഏറ്റവും ഒടുവിലായി ആ ക്രൂരതയിലിതാ ഒരമ്മയുടെ ജീവനെടുത്തിരിക്കുന്നു. നമുക്കറിയാം, ഫ്ലാറ്റ് കെട്ടിടത്തിൻ്റെ 4ാം നിലയിൽ നിന്ന് വീണിട്ടും അത്ഭുതകരമായി രക്ഷപ്പെട്ട 7 മാസം പ്രായമുള്ള പെൺകുഞ്ഞിൻ്റെ മാതാവായ രമ്യ രൂക്ഷമായ സൈബർ ആക്രമണം താങ്ങാനാവാതെ ജീവനൊടുക്കിയ വാർത്ത എല്ലാവരെയും നടുക്കുന്നതാണ്. കയ്യടിക്കും ക്രൂര സംതൃപ്തിക്കും വേണ്ടിയൊക്കെ കുറേ പേർ നടത്തിയ സൈബർ പേക്കൂത്ത് ആ പാവ യുവതിയുടെ ജീവനെടുക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം 28-ന് ചെന്നൈയിലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ബാൽക്കണിയിൽ ഭക്ഷണം കൊടുക്കുന്നതിനിടയിലാണ് രമ്യയുടെ കയ്യിൽ നിന്നും കുഞ്ഞു താഴേക്ക് വീണത്. 1ാം നിലയുടെ പാരപ്പറ്റിലെ തകിട് ഷീറ്റിൽ തങ്ങി നിന്ന കുഞ്ഞിനെ അയൽക്കാർ സാഹസികമായി രക്ഷപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതോടെ രമ്യക്കെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായത്. ബന്ധുക്കൾ കൂടി രമ്യയെ കുറ്റപ്പെടുത്തിയതോടെ രമ്യ മാനസികമായി ആകെ തളർന്നുപോയി. വിഷാദാവസ്ഥ മാറാൻ ചികിത്സ തേടുകയും ചെയ്തു. ഇതിനിടെയാണ് ശനിയാഴ്ച അവർ ജീവനൊടുക്കിയത്. വലിയ ദുരന്തങ്ങളിൽ നിന്നും മകളെ തിരിച്ചു കിട്ടിയെങ്കിലും ആ മകൾക്കും 5 വയസ്സുള്ള മകനും ആ അമ്മയെ നഷ്ടമായി. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് തീർച്ചയാണ്. എങ്കിലും അത്യധികം നിസ്സഹായമായൊരു ദുർബല നിമിഷത്തിലേക്ക് ആ IT കമ്പനി ജീവനക്കാരിയെ എത്തിച്ച സാഹചര്യം തീർച്ചയായും ആപൽക്കരം തന്നെ. സൈബർ ഫോണിൻ്റെയും സമൂഹ മാധ്യമങ്ങളുടെയും മറവിലിരുന്ന് മറ്റുള്ളവരുടെ നിർദാക്ഷിണ്യം കളിയാക്കാനും ഹീനമായി അപമാനിക്കാനും തുനിഞ്ഞിറങ്ങുന്ന പലരുമുണ്ട്. നമുക്കൊപ്പം എന്നതിൽ നമ്മൾ ലജ്ജിക്കുക. ക്രൂര സാധ്യതകളിലേക്ക് വളരുന്ന സൈബർ സംസ്കാരത്തിൻ്റെ മാത്രമല്ല, കളഞ്ഞുപോകുന്ന മാനുഷികതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ കൂടിയാകുന്നു നമ്മുടെ മുന്നിൽ സമീപകാലത്തുണ്ടായ പല ദുരന്തങ്ങളും. സമൂഹ മാധ്യമങ്ങളുടെ ഗുണപരമായ സാധ്യതകളെത്രയും മറന്ന് മറ്റുള്ളവരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ അധിക്ഷേപിക്കാൻ മാത്രം ഇവ ഉപയോഗിക്കുന്നവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിൽ അങ്ങേയറ്റം ആശങ്കപ്പെടേണ്ടതുണ്ട്. സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ വീഡിയോകളും മറ്റു പോസ്റ്റ് ചെയ്യുന്ന നീചർക്ക് അനേകം ആവേശം നൽകുന്ന വിധത്തിലാണ് അത് കാണുന്നവരിൽ ചിലരുടെ പ്രതികരണവും. കാഴ്ചക്കാരുടെ എണ്ണം പെരുപ്പിക്കാൻ വൃത്തികേടിൻ്റെ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകുന്നവരും നമുക്കിടയിൽ തന്നെയുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം, അതായത് സൈബർ ബുള്ളിങ്, കണ്ടു പേടിച്ചോടുകയല്ല, കരുതലോടെ പ്രതിരോധിക്കുകയാണ് വേണ്ടതെന്ന് കൗൺസിലിംഗ് വിദഗ്ധരും മറ്റും പറയുന്നുണ്ട്. സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചാൽ ആരും ചോദിക്കാനില്ലെന്നും ചിലർ കരുതുന്നുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ ദുരവസ്ഥയിലാണ് 2021 ഡിസംബറിൽ കേരള ഹൈക്കോടതി പറയുകയുണ്ടായി. ലൈക്ക് നൽകി പ്രോത്സാഹിപ്പിക്കാൻ സൈബർ ഫ്രണ്ട്സ് ഉണ്ടാകുമെങ്കിലും ഭവിഷ്യത്ത് അനുഭവിക്കാൻ ആരും കൂട്ടുണ്ടാകില്ലെന്ന് ഓർമ്മിപ്പിക്കുകയും കോടതി ചെയ്തു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്താൻ ബന്ധപ്പെട്ട നിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടതെന്നുകൂടി സമീപകാല സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹീനതലത്തിലേക്ക് പടരുന്ന സൈബർ ക്രൂരതയ്ക്കു സകല കരുത്തോടെയും തടയിട്ടേ തീരൂ. അത്രമാത്രം നശീകരണശേഷിയുണ്ട് ഇത്തരക്കാരുടെ മനോവൈകൃതങ്ങൾക്ക്. സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലും മറ്റും നിന്ദ്യമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റ് ചെയ്യുന്നവരെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് എല്ലാവരും പ്രതിജ്ഞയെടുക്കുകയും വേണം.